സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് മച്ചാമാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഓൾറെഡി മച്ചാമാരെ ഇന്ന് ഡാറ്റാബേസിലും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലും കുറച്ച് കാർഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മച്ചാമാരെ ഇന്ന് കുറച്ച് പേര് എന്താ പറയുക നമ്മുടെ ഈറ്റോയുടെ പാക്ക് കുറച്ച് പേര് കോയിൻ കറക്കി കളഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഫസ്റ്റ് ട്രൈയിലൊക്കെ കുറേ പേര് കിട്ടുന്നുണ്ട്. അതേപോലെ ഇന്ന് നമ്മുടെ ഡ്രോപ്പയുടെ ലാംബാർഡിൻ്റെ പാക്കിൽ വന്നപ്പോൾ നിങ്ങളാരും കറക്കിയിട്ട് ഫസ്റ്റ് ട്രൈയോ അല്ലെങ്കിൽ എത്ര പോയിന്റ് നിങ്ങൾ ഇട്ട് അതുപോലെ തന്നെ കിട്ടുമോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചാമാരെ ഓൾറെഡി നമ്മുടെ ഈ ഒരു ഡിഫൻസിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഇന്നലെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ മച്ചാമാരെ നമുക്ക് എന്തായാലും നമ്മുടെ വരാൻ പോണ പാക്കും പിന്നെ ഓൾറെഡി ഒരു ക്യാമ്പയിൻ ഉണ്ട്, പിന്നെ പോർവേ കാർഡ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നുണ്ട് ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ഹൈപ്പറിനെ കൂടെ ഇന്ന് സെറ്റാക്കാൻ വെച്ചാൽ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ വെച്ചാൽ ഓൾറെഡി പറയുമ്പോൾ ഇനിയിപ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാം R9 കാർഡും ഒക്കെ എന്താ പറയുക ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേനാണ് എന്തായാലും ഈ ഫുട്ബോൾ കൺഫേം ചെയ്യുള്ളൂ. കാരണം നല്ല പാക്കുകളൊക്കെ ഓൾറെഡി ഇട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കോയിൻ എല്ലാം എടുത്തതിന് ശേഷമായിരിക്കും ആ ഒരു പാക്ക് മിക്കവാറും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കൊണ്ടുവരിക. അപ്പോൾ ഗൈസ് ഓൾറെഡി ഇപ്പം ആഡ് ആക്കിയിരിക്കുന്ന ക്രിസ്ത്യൻ പനൂസി എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി എന്താ പറയുക ഡാറ്റാബേസിൽ ഇപ്പോൾ കിടപ്പുണ്ട്. അപ്പോൾ മിക്കവാറും ഈ അടുത്ത് തന്നെ വരാൻ പോണ കാർഡ് ഈ ഒരു കാർഡായിരിക്കും. അപ്പോൾ അതിനുശേഷം വെച്ചാൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഗൈസ് ഇപ്പോൾ അറിയാം നമുക്ക് ഈ അംബാസഡർ കാർഡ് കുറേ പേര് എടുത്തായിരുന്നു നമ്മുടെ യമാലിന്റെ മെസ്സിയുടെ. കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കും ഇപ്രാവശ്യത്തെ കാർഡ് വലിയ റേറ്റിംഗും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, ഒരു 102 അപ്പോൾ ഗൈസ് ഓൾറെഡി നോക്കുന്ന സമയത്ത് ഗൈസ് ഓൾറെഡി നമ്മുടെ നെയ്മറിന്റെ കാർഡിന് എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പം നെയ്മറിന്റെ കാർഡും ചിലപ്പോൾ ഇതേപോലെ ഒരു കാർഡായിരിക്കും ഗൈസ് വരുന്നത്, 102 റേറ്റിംഗോളം വരുന്ന ഇതുപോലത്തെ ഒരു കാർഡായിരിക്കും എത്തുക. പിന്നെ മച്ചാമാരെ ഓൾറെഡി നമുക്കറിയാം എല്ലാവരും ഇപ്പം ലോങ് ബോൾ കൗണ്ടറിന്റെ മാനേജറിന് വേണ്ടിയും കുറേ മാനേജറിന് വേണ്ടിയും വെയിറ്റിംഗ് ആണ്. അപ്പം ഇപ്പം ഇവിടെ നിലവിൽ ഡാറ്റാബേസിൽ കാണിച്ചിരിക്കുന്ന ഗാർഡിയോളയുടെ ഒരു പാക്ക് ഓൺ ദ വേ ആണ്. അപ്പം നിങ്ങളാരും എടുക്കുന്നുണ്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ആഴ്ച തന്നെ നമ്മുടെ റിച്ചാർഡ്സന്റെ ഒരു പോർട്രേ കാർഡ് വരുന്നുണ്ട്. പിന്നെ ഗൈസ് ഇന്നലെ നോക്കിയപ്പോൾ പ്ലെയർ എക്സ്ചേഞ്ചിന്റെ ഒരു കാർഡിന്റെ ഡാറ്റാബേസ് കണ്ടിട്ടുണ്ട്, ഇവിടെ 3 കളറായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്ന ഗൈസ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഡാറ്റാബേസിൽ വന്നായിരുന്നു. അപ്പോൾ ഇത് ട്രേഡിംഗ് സിസ്റ്റം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയൊക്കെ ഇത് വരികയാണെങ്കിൽ എന്തായാലും എല്ലാവരും എന്താ പറയുക വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല, ചിലപ്പോൾ എന്തായാലും അവർ വേറെ എന്തെങ്കിലും തരത്തിലായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയൊക്കെ ഈ ഒരു പ്ലെയർ എക്സ്ചേഞ്ച് ആണെന്ന് തോന്നുന്നു, 1 മാസത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെന്ന് തോന്നുന്നു. പിന്നെ ഗൈസ് ഓൾറെഡി പറയുകയാണെങ്കിൽ നമ്മുടെ PFAയുടെ കാർഡ് ഗൈസ് ഓൾറെഡി എന്താ വെച്ചാൽ ഈ ഒരു PFAയുടെ കാർഡിലായിരുന്നു ഫുള്ള് പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മുടെ റൊണാൾഡോന്റെ 2008 കാർഡ് വരുമെന്ന്. ഗൈസ് ഇപ്പോൾ ഓൾറെഡി അവരുമായിട്ട് ലൈസൻസ് വെച്ചിട്ട് അവർ ഓൾറെഡി കൺഫേം ചെയ്തിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ബ്രൂണോ ഉണ്ട്, പിന്നെ ഇസാക്ക് ഉണ്ട്, മാക്കലിസ്റ്റർ ഉണ്ട്, ഡെക്ലാൻ റൈസ് ഉണ്ട്, പാമർ ഉണ്ട്, സലയുണ്ട്. ഇത്രയും കാർഡുകളാണ് നമ്മുടെ സർവേ അനുസരിച്ച് അവർ നമുക്കായിട്ട് ഒരു ഹൈലൈറ്റ് കാർഡുകളാണ് തരുന്നത്. എനിക്ക് തോന്നുന്നു ഗൈസ് ഇതൊരു ഫ്രീ ചാൻസ് ഉണ്ടാവും എടുക്കാൻ. അപ്പം ആ ഒരു ഇതിലൂടെ വരുന്ന റൊണാൾഡോന്റെ പാക്കിന്റെ പ്രതീക്ഷയും പോയി ഇതിൽ വഴി കൊണ്ടുവരില്ല. ഇവരിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഇത്രയും കാർഡുകളാണ്, ഏകദേശം നമുക്കൊരു കൂടിപ്പോയി ഒരു 103 റേറ്റിങ്ങോളം കയറുന്ന കാർഡുകളാണ് വെച്ചാൽ വരെ. അപ്പോൾ ഇവർ പറയുന്ന ഓൾറെഡി ഓഗസ്റ്റ് വരുമെന്നാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേന് ഈ ഒരു കാർഡ് പ്രതീക്ഷിക്കാം. പിന്നെ നെയ്മറിന്റെ ഒരു കാർഡും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിനകത്തല്ല കേട്ടോ ഓൾറെഡി നെയ്മറിന്റെ കാർഡ് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും 102 റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാർഡായിരിക്കും. പിന്നെ മച്ചാമാരെ ഓൾറെഡി നമ്മുടെ ഗാർഡിയോളന്റെ പാക്ക് ആണെങ്കിലും പൊസിഷൻ ഗെയിമിംഗ് ആണ് ഗൈസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളോ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി എന്തായാലും എല്ലാവരും വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്, കാരണം ഓൾറെഡി നല്ല നല്ല പാക്കുകൾ ഓൾറെഡി നമ്മുടെ വോയിസ് ഔട്ടിലുണ്ട്. അപ്പം സിദാന്റെ കാര്യം ഗൈസ് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല, അപ്പം വരുമെന്നൊക്കെയാണ് ഓൾറെഡി പറയുന്നത്. അപ്പോൾ എന്തായാലും അവർ ഓൾറെഡി എന്തെങ്കിലും ഡാറ്റാബേസിലോ കാര്യങ്ങളോ ഉറപ്പായിട്ടും ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ വീഡിയോയും കാര്യങ്ങളും ഇറക്കും. അപ്പോൾ എന്തായാലും ഗൈസ് R9 വരും. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ എത്ര കോയിൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ സേവ് ചെയ്തിട്ട് എത്രയായും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ മോറിൻഹോ LB ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലാണ് ഗൈസ് ഫസ്റ്റ് ഇംപ്രഷൻ കാര്യങ്ങളൊക്കെ സെറ്റാക്കുക. അപ്പോൾ വെച്ചാൽ നമ്മൾ രാത്രി ലൈവിലായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.